السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهد قلبه والله بكل شيء عليم. وأطيعوا الله وأطيعوا الرسول فإن توليتم فإنما على رسولنا البلاغ المبين. الله لا إله إلا هو وعلى الله فليتوكل المؤمنون. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലും മാതാപിതാക്കളിലും ഭാര്യമാരിലും സന്താനങ്ങളിലും നമ്മോട് ബന്ധപ്പെട്ടവരിലുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹു ഭേദമാക്കി തരുമാറാവട്ടെ. സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകളെ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. പരിശുദ്ധമായ ഈ സദസ്സിലേക്ക് സംഭാവനകളും മറ്റും നൽകിയവരുണ്ട്. അല്ലാഹു തആല അവരുടെ നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് വിദേശത്തുള്ള സഹോദരങ്ങൾ അല്ലാഹു അവരുടെ ജോലികളിലും മറ്റും ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ക്ലാസ് റൂം ഓടിയും മറ്റും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന സത്യവിശ്വാസികൾ അല്ലാഹു തആല അവർക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു തആല സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുപോലെ സ്വർഗത്തിനും ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും നമ്മൾ വിശദീകരിച്ചു വരുന്ന സൂറത്ത് തഗാബുൻ സൂറത്തിൽ നിന്ന് 11 മുതലുള്ള ആയത്തുകളാണ് നമുക്കിന്ന് വിശദീകരിക്കാനുള്ളത്. 3 ആയത്തുകൾ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ വരുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു മൗലിക സിദ്ധാന്തമായ അള്ളാഹുവിന്റെ വിധിയിൽ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അത് എന്താണെങ്കിലും പൊരുത്തപ്പെടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിലേക്ക് വരൽ ചൂണ്ടുന്ന സുപ്രധാനമായ വചനമാണ് ഇന്ന് നമ്മൾ ഓതി വച്ച ആദ്യത്തെ ആയത്ത്. നമ്മുടെ ഒരുപാട് ധാരണകൾക്ക്, തെറ്റായ ധാരണകൾക്ക് ഒരു തിരുത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇذനില്ലാഹ് ومن يؤمن بالله يهد قلبه والله بكل شيء عليم.
അല്ലാഹു സുബ്ഹാനഹു വ തആല 11ാമത്തെ ആയത്തിലൂടെ പറയുന്നത് മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു വിപത്തും ഒരു ദുരന്തവും അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരമല്ലാതെ ബാധിക്കുകയില്ല. എന്ത് ഒരു ദുരന്തം വന്നാലും എന്ത് ഒരു വിപത്ത് വന്നാലും അത് അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരമാണ് സംഭവിക്കുന്നത്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. അള്ളാഹുവിൽ വിശ്വസിച്ച ഒരുത്തൻ അവന്റെ ഹൃദയത്തിന് അവൻ നേർമാർഗം കാണിച്ചു കൊടുക്കും, വഴി കാണിച്ചു കൊടുക്കും. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാകുന്നു. ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നത് എന്തൊരു വിപത്ത് വന്നാലും എന്തൊരു ദുരന്തം വന്നാലും അത് അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം മാത്രമാണ് സംഭവിക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതുകൊണ്ടാണ്, അത് അങ്ങനെ പോയത് കൊണ്ടാണ്, ഈ വഴിക്ക് വന്നത് കൊണ്ടാണ്, നമുക്ക് ഒരുപാട് ന്യായങ്ങൾ കാരണങ്ങൾ നിരത്താനുണ്ടാവും. യഥാർത്ഥത്തിൽ അള്ളാഹു പറയുന്നത് ഏത് ഒരു വിപത്തും അത് സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു തആല ഇങ്ങനെ പറയുന്നത് വമാ അസ്വാബകും മിൻ മുസീബ ഫബിമാ കസബത് അയ്ദീകും. എന്ത് ഒരു വിപത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്നതും അത് നിങ്ങളുടെ കരങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ കാരണമാണ്. ഇത് രണ്ടും വൈരുദ്ധ്യമല്ല. ഏത് ഒരു വിപത്ത് വന്നാലും ഒരു ദുരന്തം വന്നാലും അത് ശാരീരികമാകട്ടെ സാമ്പത്തികമാകട്ടെ ഒരു നാടിന് ഒന്നായിട്ടാകട്ടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനാകട്ടെ എന്ത് വന്നാലും അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം. എന്നാൽ മറ്റൊരായത്തിൽ പറയുന്നത് ഏതൊരു വിപത്ത് വരുന്നതും അത് നിങ്ങളുടെ കൈകൾ ചെയ്ത ചില പ്രവർത്തനങ്ങൾ കാരണമാകുന്നു. ഈ രണ്ട് ആയത്തുകൾ തമ്മിൽ യഥാർത്ഥത്തിൽ യാതൊരു വൈരുദ്ധ്യമില്ല. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആദ്യം പറഞ്ഞ നമ്മൾ ഓതി വെച്ച ഇന്നത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഏത് ഒരു മുസീബത്തും അത് അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരമാണ് വരുന്നത്, എന്നും വരുന്നത് അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരമാണ്. ഈ കാര്യം ഒന്നുകൂടി അള്ളാഹു വിശദമായിട്ട് പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ. ഒരു വിപത്ത് വന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നുള്ള കാര്യം അള്ളാഹു പറയുന്നു. നോക്കൂ, ഞാൻ ആയത്ത് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ഈ ആയത്തിനോട് സൂറത്തുൽ ബഖറയിലെ 155, 156, 157 ഈ 3 ആയത്തുകൾ നമ്മൾ ചേർത്തി വായിക്കും. അല്ലാഹു പറയുന്നു വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. വിശപ്പ് അതുപോലെ ഭയം അല്പം നൽകി നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ നമുക്ക് പട്ടിണി ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഭയം അള്ളാഹു നൽകും. എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഭയപ്പെടുന്ന അവസ്ഥ. മ്യാൻമറിലേക്ക് ചിന്തിച്ചു നോക്കൂ, സിറിയയിലേക്കും യമനിലേക്കും ഫലസ്തീനിലേക്കും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അഫ്ഗാനിലേക്കും ഇറാഖിലേക്കും ഒക്കെ ചിന്തിച്ചു നോക്കൂ. എപ്പോഴും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും, സമാധാനം നഷ്ടപ്പെടുന്നു. അള്ളാഹു ഭയം നൽകിയിട്ടും അതുപോലെ പട്ടിണി നൽകിയിട്ടും പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ധനത്തിലും ദേഹത്തിലും
അതുപോലെ പടങ്ങളിലും കുറവ് വരുത്തിയിട്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ധനങ്ങളിലും അതുപോലെ തന്നെ ദേഹങ്ങളിലും അതുപോലെ പഴങ്ങളിലും നിങ്ങൾക്ക് കുറവ് വരുത്തിയിട്ട് പരീക്ഷിക്കുന്നു. അതായത് നമ്മുടെ സമ്പത്ത് അത് നഷ്ടപ്പെടാം. ദേഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മക്കൾക്കോ ഭാര്യക്കോ ഭർത്താവിനോ ജ്യേഷ്ഠനോ അനിയനോ പെങ്ങൾക്കോ ആകസ്മികമായ മരണങ്ങളും ദുരന്തങ്ങളും ഇതൊക്കെ വരാം. ഫലങ്ങളിലും പഴങ്ങളിലുമൊക്കെ അള്ളാഹു കുറവ് വരുത്തും. അങ്ങനെയൊക്കെ നാം നിങ്ങളെ പരീക്ഷിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നത് വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമാശീലർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഇത്തരം ഘട്ടങ്ങളിൽ ഇതൊരു വലിയ വിപത്താണ്. അള്ളാഹു തആല ഭയം നൽകുക, പട്ടിണി നൽകുക, ധനനഷ്ടം നൽകുക, ആൾനഷ്ടം നൽകുക, ഫലങ്ങളിൽ പഴങ്ങളിൽ കുറവ് വരുത്തുക, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു വിപത്താണ്. അത്തരം ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നല്ല ഈമാനുള്ള ആളുകൾക്കും ഈ പറഞ്ഞത് മുഴുവനും വരും. പക്ഷെ അത്തരം ഘട്ടങ്ങളിലൊക്കെ നല്ല ക്ഷമ കൈക്കൊള്ളണം. മാത്രമല്ല അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അങ്ങനെയുള്ള നല്ല ആളുകൾ അവർക്ക് ഒരു മുസീബത്ത് ഒരു വിപത്ത് എത്തിക്കഴിഞ്ഞാൽ ഖാലു, അപ്പോൾ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും നമ്മളൊക്കെ അള്ളാഹുവിലേക്കുള്ളതാണ്, നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഉടനെ അവർ ചൊല്ലുന്നതാണ്. ഇത് ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം ചൊല്ലേണ്ടതല്ല, അതിന് മാത്രമുള്ളതല്ല. ചെറുതും വലുതുമായ എന്തൊരു വിപത്ത് സംഭവിച്ചാലും ഉടനെ അവന്റെ നാവിൽ നിന്ന് വരേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് വിപത്ത് വന്നാലും ഉടനെ അത് പറയണം. അതിൽ പൊരുത്തപ്പെടാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇപ്പൊ ഒരു മരണവാർത്ത കേട്ടതാണെങ്കിൽ ഇതാ നമ്മളൊക്കെ അള്ളാഹുവിലേക്കുള്ളതാണ്, നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ഈ പറയപ്പെട്ട ആള് നേരത്തെ മടങ്ങി എന്ന് മാത്രം, അദ്ദേഹത്തിന്റെ മടക്കം സംഭവിച്ചു എന്ന് മാത്രം. ഇനി ഒരു വിപത്ത് വന്നാലും നാവുന്ന് വരണം, അത് വരണം. അങ്ങനെ വന്നാലുള്ള നേട്ടം എന്താ? ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. അങ്ങനെ എന്തൊരു വിപത്ത് വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുന്ന സത്യവിശ്വാസികൾ അവരുടെ മേലിൽ അള്ളാഹുവിന്റെ പാപമോചനങ്ങളുണ്ട്, അതുപോലെ കാരുണ്യവുമുണ്ട്. അള്ളാഹുവിന്റെ സ്വലാത്ത് അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ദോഷങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ അതല്ല, നമുക്ക് ഒരു മുഅ്മിനായ മനുഷ്യന് എന്തൊരു പ്രയാസം വന്നാലും അൽഹംദുലില്ലാഹ്, അത് എന്ത് വിപത്ത് വന്നാലും അതിനെ താങ്ങാനുള്ള കരുത്ത് വേണം, അതിനെ നേരിടണം, അതിൽ അസ്വസ്ഥനാകരുത്, അതിനെ നേരിടാൻ കഴിയും. അള്ളാഹു പറയുന്നത് ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, അങ്ങനെയുള്ള മോമിനിയങ്ങൾ വിപത്ത് വരുമ്പോ ഇന്നാലില്ല പറഞ്ഞ് ക്ഷമിച്ച ആളുകൾ, അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സ്വലവാത്തുണ്ട്. നോക്കൂ, അള്ളാഹുവിൽ നിന്ന് അവർക്ക് സ്വലവാത്തുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് അവർക്ക് പാപമോചനങ്ങളുണ്ട്, അതോടുകൂടെ വറഹ്മ, അള്ളാഹുവിൽ നിന്ന് കാരുണ്യവും അവർക്ക് ലഭിക്കും. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർമാർഗം ലഭിച്ചവർ, അവർ ശരിയായ മാർഗത്തിലുള്ളവർ യഥാർത്ഥത്തിൽ അവരാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് അങ്ങനെ ക്ഷമിക്കാനുള്ള കരുത്തുണ്ടായത് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അപ്പൊ തഗാബുൻ സൂറത്തിൽ മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അതിനോട് നമ്മൾ സൂറത്തുൽ ബഖറയിലെ ഈ 3 വചനങ്ങളെ തട്ടിക്കണം. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ വരുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന് ഏത് വിഫൽ ഘട്ടങ്ങളിലും പ്രയാസമുള്ള ഘട്ടങ്ങളിലും ക്ഷമിക്കാനുള്ള കരുത്തുണ്ടാവും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. അവന്റെ പാദം ഒരിക്കലും പതറാൻ പാടില്ല, അവന്റെ ചിത്തം ഒരിക്കലും ചിതറാൻ പാടില്ല എന്നുള്ളത്. അതിനെന്ത് വേണം? അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഉടനെ അവൻ.
ഇപ്പൊ നമ്മുടെ ഈ ആൾനഷ്ടം, അതിൽ നമ്മുടെ സന്താനങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കാന്ന് പറഞ്ഞാൽ അത് പൊതുവെ നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ്. എന്നാൽ ചെറിയ കുട്ടികൾ മരിക്കുന്ന സമയത്ത് അതിൽ വളരെയധികം ക്ഷമിക്കുകയും ആ സമയത്ത് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്ത ആളുകൾക്ക് ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു ഭവനം പോലും അള്ളാഹു തആല സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ക്ഷമ വേണം. ദുനിയാവിൽ ഒരു കുട്ടിയുടെ ആത്മാവിനെ മലക്കുകൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അതായത് റഹ്മത്തിന്റെ മലക്കുകളാണ് കുട്ടികളെ ആത്മാവ് കൊണ്ടുപോവുക. മുതിർന്നവരാകുമ്പോൾ നല്ലവരും അല്ലാത്തവരും ഉണ്ടാവും. നല്ലവരുടെ ആത്മാക്കളെ എല്ലിയിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകും. വല്ലാത്ത സുഗന്ധമായിരിക്കും അത്ര. ആകാശലോകത്ത് അതിനുവേണ്ടി വലിയ തിരക്കും കൂട്ടലാവും. മലക്കുകൾ ഞങ്ങളുടെ ഭാഗത്തിലൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. നമ്മളറിയില്ല ഈ സംഭവം. അതേസമയം സിജീനിലേക്ക് കൊണ്ടുപോകും അത്രേ അദാബിന്റെ മലക്കുകൾ ഇങ്ങനെ അകന്നു പോകും, വൃത്തികെട്ട വാസന കൊണ്ട് ആത്മാവിൽ നിന്ന്, മോശപ്പെട്ടവന്റെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നല്ലൊരു സമയം ഇഅ്തികാഫിലെ നിയ്യത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇത് പുറത്ത് കുടുംബസമേതം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയുന്ന ഒട്ടേറെ സഹോദരങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്. വിദേശങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അല്ലാഹു തആല നല്ല രൂപത്തിൽ ആത്മാവ് പിരിയുന്നവരിൽ വിശുദ്ധ ഖുർആന്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തായിരുന്നാലും ഈ മലക്കുകളോട് അള്ളാഹു ചോദിക്കും അത്രേ, ഈ ചെറിയ കുട്ടിയുടെ ആത്മാവിന് പിടിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ്? അപ്പൊ പറയത്രേ മലക്കുകൾ, എങ്ങനെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മലക്കുകൾ പറയും, അവർ ഇന്ന സ്തുതിച്ചു, അവർ ഇന്നാ ലില്ലാഹി ചൊല്ലി ക്ഷമിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അള്ളാഹു തആല മലക്കുകളോട് പറയുമെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന് പറഞ്ഞൊരു ഭവനം സ്ഥാപിക്കണം. അത് സ്വർഗത്തിലെ വീടിന്റെ പേരാണ്. അപ്പൊ ഇങ്ങനെ വിഫൽ ഘട്ടങ്ങളിൽ, അത്തരം ഘട്ടങ്ങളിൽ നല്ല ക്ഷമ കൈകൊള്ളാൻ സാധിക്കും. അവരാണുള്ള മുത്തഖീങ്ങൾ. അതും സൂറത്തുൽ ബഖറയിൽ പറയുന്നു. അള്ളാഹു തആല പറയുന്നുണ്ട് വസ്വാബിരീന ഫിൽ ബഅ്സാഇ വല്ലറാഇ വഹീനൽ ബഅ്സ് ഉലൈക അല്ലദീന സദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ. അള്ളാഹു തആല സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നത്, നല്ല ആളുകളുടെ അടയാളം പറയുന്നത് സാമ്പത്തിക ഞെരുക്കം വരുന്ന സമയത്തും അതുപോലെ തന്നെ ശാരീരികമായ പ്രയാസങ്ങൾ വരുന്ന ഘട്ടങ്ങളിലും യുദ്ധഘട്ടങ്ങളിലും അവർ ക്ഷമ കൈക്കൊള്ളുന്നവരായിരിക്കും. അവർ ബഅ്സാഇന്റെ സമയവും ലറാഇന്റെ സമയവും വഹീനൽ ബഅ്സ് എന്ന് പറഞ്ഞ യുദ്ധഘട്ടങ്ങൾ, രോഗം വരുന്ന സന്ദർഭങ്ങൾ, ആരോഗ്യത്തിന് പ്രശ്നം, വലിയ വിപത്തായിട്ട് വരിക, സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമായി വരിക, അത് വലിയ വിപത്താണ്. അത്തരം ഘട്ടങ്ങളിലൊക്കെ അവർ ക്ഷമിക്കും. അവരെ പറ്റി അള്ളാഹു പറയുന്നത് ഉലൈക അല്ലദീന സദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ. അവരാണ് സത്യവാന്മാർ, അവരാണ് മുത്തഖീങ്ങൾ. അപ്പൊ അതിനെന്ത് മനസ്സിലാക്കണം? മുത്തഖീങ്ങൾക്കും സത്യവാന്മാർക്കും ഈ പറയപ്പെട്ട പ്രയാസങ്ങളൊക്കെ വരുന്നു. മുത്തഖീങ്ങൾക്കും അതുപോലെ സത്യവാന്മാർക്കും അല്ലാഹു തആല ഇത്തരം പരീക്ഷണങ്ങൾ വരും. അതൊക്കെ അമ്പിയാക്കൾക്ക് സംഭവിച്ചതുപോലെ അതിനൊക്കെ നമുക്ക് പടച്ച റബ്ബിൽ നിന്ന് പ്രതിഫലം ലഭിക്കും. ഇനി അല്ലാത്തത് ഞാൻ പറയാം. ഒരായത്തിൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ കൈകൾ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വിപത്ത് വരുന്നത്. അതിന്റെ ഉദ്ദേശം പറയാം. നമ്മൾ ചില തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം നമ്മൾ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കും. എന്നാൽ അതേ സമയത്ത് നമുക്ക് രോഗങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും വരുന്നത് യഥാർത്ഥത്തിൽ എന്തല്ല, അത് മുഴുവനും അള്ളാഹുവിന്റെ ശിക്ഷയല്ല. സൂറത്തുൽ ബഖറയിൽ ഏതാനും ആയത്തുകളിലൂടെ അള്ളാഹു തആല ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ വരുന്നത് അംബിയാ മുർസലുകൾക്ക് അള്ളാഹു നേരത്തെ നൽകിയതുപോലെ, അംബിയാ മുർസലുകൾക്ക് അള്ളാഹു തആല നൽകിയ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ കാരണം അള്ളാഹു തആല അവർക്ക് ഒരുപാട് കൂലി കൊടുത്തു, ഒരുപാട് പ്രതിഫലം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ തിരുദൂതരടക്കം വലിയ പ്രയാസങ്ങൾ നേരിട്ടു, എല്ലാ നിലക്കും പ്രയാസങ്ങൾ നേരിട്ടു. സ്വഹാബത്ത് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു. അതിന്റെ ഇരട്ടി തോന്നും ചിലപ്പോൾ ചില രാജ്യങ്ങൾ, മ്യാൻമർ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ. മലയാളി മുസ്ലിങ്ങൾക്ക് എന്തൊരു സുഖമാണ്. റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ ആലോചിച്ചു നോക്കും. എന്നിട്ടും അവര് ഇസ്ലാമിനെ കൈയൊഴിയാൻ തയ്യാറല്ല. മ്യാൻമറിലെ മുസ്ലിം സ്ത്രീകൾ തട്ടം ഒഴിവാക്കി തലമറക്കാതെ മുസ്ലിം അല്ല എന്ന് തോന്നുന്ന രൂപത്തിൽ നടക്കുകയാണെങ്കിൽ അവർക്ക് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതിഭീകരമായ രൂപത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് ശരീരത്തിലേക്ക് പെട്രോൾ ഒടിച്ച് അവരെ കത്തിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടും അവർ തലമറച്ചേ നടക്കും.
അതാണ് ഈമാൻ. അതാണ് സഹോദര ഈമാൻ. മലദ്വാരത്തിലൂടെ ഇരുമ്പിന്റെ കമ്പി ഉള്ളിലേക്ക് കയറ്റിയിട്ടും മറ്റുമൊക്കെയാണ് കൊല്ലുന്നത്. ഇരുമ്പിന്റെ പൈപ്പ് കഴുത്തിൽ വെച്ചിട്ട് രണ്ട് ഭാഗത്തും ചവിട്ടി നിൽക്കുകയാണ്. ചെറിയ കുട്ടികളുടെ കഴുത്തിൽ ഇരുമ്പിന്റെ പൈപ്പ് വെച്ചിട്ട് രണ്ട് ഭാഗത്തും ചവിട്ടി നിൽക്കുക. നിമിഷങ്ങളെ കൊണ്ട് ശ്വാസം കിട്ടാതെ നാവ് കടിച്ച് ചുണ്ട് കടിച്ച് അതിഭീകരമായ രൂപത്തിൽ കൊല്ലപ്പെടുന്ന അവസ്ഥ. ഈ ഭീകരവാദികൾക്ക് തന്നെ സഹോദര ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസാക്ഷി കുത്തുതീരയില്ല. എന്നിട്ടും അള്ളാഹുവിന്റെ വിശുദ്ധ ധീരനെ ഒഴിവാക്കാൻ അവർ തയ്യാറായി. ഖബ്ബാബ് ബിൻ അറദ് റളിയല്ലാഹു അൻഹു കാരണം സൂറത്ത് മറിയമിൽ ഏതാനും ആയത്ത് അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ തീക്കനൽ പരത്തി വെച്ചിട്ട് ശത്രുക്കൾ അതിന്റെ മേലെ കടത്തിയെന്ന ചരിത്രത്തിൽ എത്ര പീഡനങ്ങൾ! എന്നാൽ അതിന്റെ ഇരട്ടി അതിലേറെ ഭീകരമായിട്ടാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സിറിയയിലേക്ക് അവസ്ഥ? ബോംബ് വർഷം നടന്ന സ്ഥലത്ത് കെട്ടിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ ആളുകൾ, ഫ്ളാറ്റുകളിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി ഓടുന്നിറങ്ങും. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥ. ചതറിക്കിടക്കുന്ന ശരീരങ്ങൾ, മക്കൾ നഷ്ടപ്പെട്ട പിതാക്കൾ നഷ്ടപ്പെട്ട മക്കള്, ഭർത്താക്കന്മാര് നഷ്ടപ്പെട്ട വിധവകളായ പാവപ്പെട്ട സ്ത്രീകൾ, നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന, നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രംഗങ്ങൾ. അല്ലാഹുവിന്റെ വലിയ പരീക്ഷണം. അതില് നമ്മുടെ കൈകളെ കൊണ്ടുവരുന്നതും അല്ലാത്തതും ഉണ്ടാകും. അല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? ഇത് ദുനിയാവല്ലേ. അതിനുശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയത്ത് പറഞ്ഞതുപോലെ, ബിലാൽ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയത്ത് ഒരല്പം പ്രയാസം അദ്ദേഹത്തിന് രോഗം കാരണം വന്നപ്പോ ഈമാന്റെ നിറകുടമായ കറകറുത്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു റസൂൽ ഏറെ ഇഷ്ടപ്പെട്ട ആ സ്വഹാബി, നോക്കൂ, അള്ളാഹുവിന്റെ ആ തീരുമാനത്തിൽ സന്തോഷിച്ചു. ഇതൊന്നും പ്രശ്നമില്ല. കാരണം ആത്മാവാണ് പിരിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റസൂലിൽ എത്താമല്ലോ, എന്റെ കൂട്ടുകാരെ ഞാൻ കാണുമല്ലോ, ആത്മീയ ലോകത്ത് കാണുമല്ലോ എന്നാണ് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അവർക്കതൊന്നൊരു പ്രശ്നമല്ല. എന്താ കാരണം? അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അത് മുഅ്മിനീങ്ങൾക്കുണ്ടാകുമെന്ന് അവർ വിചാരിച്ചു. ചരിത്രത്തിൽ കാണാം, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു കാല് രോഗം കാരണം ഒരു രാത്രി വൈദ്യന്മാര് മുറിച്ചു. സഹോദര, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാല് മുറിക്കേണ്ട അവസ്ഥ വന്നു. ചരിത്രത്തിൽ കാണാം, ഒരു കാല് മുറിച്ചു. അതൊരു രാത്രിയിലാണ് വൈദ്യന്മാര് മുറിച്ചത്. അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ ഒരു മകൻ മരിക്കുകയും ചെയ്തു. ആളുകളൊക്കെ ആകെ പ്രയാസപ്പെട്ടു. കാരണം കാല് മുറിക്കപ്പെടുമ്പോ ഏതൊരാൾക്കും നമ്മുടെ ഒരു അവയവം, ഒരു വിരല് പോയാൽ തന്നെ നമുക്ക് എത്ര ടെൻഷനാവും. ഒരു നഖം നഷ്ടപ്പെട്ടാൽ തന്നെ എത്ര പ്രയാസം. സഹോദര, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാല് മുറിച്ചു കളഞ്ഞു വൈദ്യന്മാർ, വിശ്വകരന്മാർ. ആ രാത്രിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പുത്രൻ മരിച്ചു. ആളുകളൊക്കെ പ്രയാസപ്പെട്ടു, എങ്ങനെ അറിയിക്കും ഈ കാര്യം? അപകടത്തിലും മറ്റൊക്കെ കാല് പോകുന്നവരുണ്ട്. അബോധാവസ്ഥയിൽ കിടന്ന് പിന്നെ ബോധം തെളിയുമ്പോ ഡോക്ടർമാര് ഒരു ഡമ്മി വെച്ചു കൊടുക്കലാണ്. എന്തിന്? പെട്ടെന്ന് കാറില്ല എന്ന് വന്നാൽ അത് മനസ്സിനെ തളർത്തും എന്നതുകൊണ്ട് സാവകാശം ഡോക്ടർമാര് തന്നെ പറയും, ബന്ധുക്കളോട് പറയും, കാറ് പോയ വിവരം നിങ്ങളാരും പറയരുത്, അത് അതിന്റെ ടൈമിൽ ഞങ്ങൾ അറിയിക്കും. അതെന്താ? മാനസികമായി തളരാതിരിക്കാൻ. ബോധം തെളിഞ്ഞ ഉടനെ കാലം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ ചിലപ്പോൾ അതൊരു അറ്റാക്കാവും. നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല, കാണുന്നവരെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. പക്ഷെ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കാല് മുറിക്കപ്പെട്ടു, പിന്നെയാണ് മകൻ മരിച്ചത്. ആ രാത്രി തന്നെ ഈ വിഷയം വന്ന് അദ്ദേഹത്തോട് പറയണല്ലോ, അറിയിച്ചു. അദ്ദേഹം മുന്നേ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ചൊല്ലിയതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു എനിക്ക് 4 അവയവങ്ങൾ പ്രധാനപ്പെട്ടത് നൽകി. അൽഹംദുലില്ലാഹ്, 3 അവശേഷിക്കാണ്. ഒരു കാലല്ലേ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. 2 കൈകളും 2 കാലുകളും അല്ലാഹു എനിക്ക് നൽകിയെങ്കിൽ അതിൽ ഒരു കാല് മാത്രമാണ് നഷ്ടപ്പെട്ടത്. 2 കൈകൾക്ക് കുഴപ്പമില്ല, ഒരു കാലിനും പ്രശ്നമില്ല. ഈ നേരം മറിച്ചായിരുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ്, എനിക്ക് അല്ലാഹു 7 സന്താനങ്ങൾ നൽകി.
അതിൽ ഒരു കുട്ടിയെ മാത്രമാണ് ആ നൽകിയ അള്ളാഹു തിരിച്ചു പിടിച്ചത്. ബാക്കി 3 മക്കൾ, ബാക്കി 6 മക്കൾ എനിക്ക് അവശേഷിക്കുന്നുവല്ലോ. അൽഹംദുലില്ലാഹ്. ആളുകളാകെ അത്ഭുതപ്പെട്ടു പോയി. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ആ മനക്കരുത്ത്, അദ്ദേഹത്തിന്റെ ആ ക്ഷമ. ഇത്രയേ ഉള്ളൂ. എന്ത് വിപത്തുകൾ വന്നാലും ഈ ദുനിയാവിൽ വെച്ച് ക്ഷമിക്കാൻ കഴിയണം. തിരുദൂതരുടെ മക്കൾ, സഹോദര, റസൂല് വഫാത്താകുമ്പോ റസൂലിന് ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടി മാത്രമാണുള്ളത്. ഫാത്തിമ എന്ന മോള് മാത്രം. അല്ലാത്ത തന്റെ 6 മക്കളും അതിന്റെ മുമ്പ് മരിച്ചുപോയി. അതിൽ കുറച്ചെങ്കിലും ജീവിച്ചത് ബാക്കി റുഖിയയും അതുപോലെ തന്നെ ഉമ്മു കുൽസൂമും അവരൊക്കെയാണ്. സൈനബ് എന്ന പെൺകുട്ടിയും. റസൂലുള്ളാന്റെ ആൺകുട്ടികൾ, 3 ആൺകുട്ടികൾ വളരെ വേഗത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാന്റെ തിരുദൂതർക്ക് പോലും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അള്ളാഹു നൽകിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ നമുക്ക് എന്ത് തന്നെ തലക്ക് മീതെ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് നമുക്ക് വേണം. നമ്മളതിൽ ഒരിക്കലും തളരാൻ പാടില്ല എന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കണം. ദുനിയാവിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും അത് തരികേറ്റത്. കാരണം ദുനിയാവ് ക്ഷണിക, കുറഞ്ഞ കാലം. എന്ത് തന്നെ സൗകര്യങ്ങൾ നമുക്കുണ്ടായാലും അതിനൊരു പരിധിയുണ്ട് സഹോദര. ഇത് കാലാകാലത്തിനുള്ളതല്ല. എത്ര സൗകര്യങ്ങൾ ഉപയോഗിച്ചവർ നമ്മോട് വിട്ടുപിരിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരാശ്വാസം. അതിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പൊരുത്തപ്പെടണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശൈഖ് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയുന്ന പോലെ ഏതൊരു വിപത്തുകളെയും ഏതൊരു ദുരന്തങ്ങളെയും സുസ്മേരവദനായിക്കൊണ്ട് നോക്കൂ, അതിനെ നേരിടുക, അതിനെ സ്വീകരിക്കുക. അതാണ് ശരിക്ക് അള്ളാഹുവിന്റെ ആ വിധിയിൽ റിളയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അതാണ്. അതിന് നമ്മൾ രാവിലെയും വൈകുന്നേരവും പ്രധാനമായിട്ടും ഒരു ദിക്ർ ചൊല്ലണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താ? റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യാ. സ്വഹാബത്ത് പ്രഭാതത്തിലും പ്രദോഷത്തിലും പതിവാക്കിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലേണ്ടതാണ്. റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യാ. അല്ലാഹുവിനെ റബ്ബായിട്ടും മുഹമ്മദ് നബിയെ നബിയായിട്ടും വിശുദ്ധ ഇസ്ലാമിനെ ദീനായിട്ടും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇനി അതിന്റെ അപ്പുറത്തേക്ക്, ഈ 3 കാര്യത്തിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല. റളീനാ ബില്ലാഹി റബ്ബാ. നമ്മൾ അല്ലാഹുവോട് പറയുകയാണ് റളീനാ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായിട്ട് ഞങ്ങൾ ഇതാ നാഥാ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ റബ്ബിന്റെ ഏത് തീരുമാനവും അതിന് നമ്മൾ തൃപ്തിപ്പെടും. അള്ളാഹ് എന്ത് തീരുമാനിച്ചാലും അതെന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് ക്രോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സഹോദരാ, ഒന്നാമത്തെ കാര്യം അതാണ്. റളീനാ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ മതമായിട്ടും നമുക്ക് അതല്ലാത്ത വേറെ ഒന്നില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടുകൂടെ പറയാം. സഹോദര, നമുക്കൊരു മടിയും വേണ്ട. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. അതിൽ നമ്മൾ അഭിമാനിക്കണം. അതിൽ ഒരു മെമ്പറായതിൽ സഹോദര നമ്മൾ അഭിമാനിക്കണം. നമ്മളെ കണ്ടാൽ ഒരു മുസ്ലിമാണെന്ന് തോന്നണം. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുമ്പോ നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ ആ നിസ്കാരത്തിന്റെ പ്രഭ കാണും. പുറം നിസ്കാരത്താകുമ്പോ മാത്രമല്ല, നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു ഒരു വെളിച്ചം നൽകും. അവനൊരു മുസൽമാനാണെന്ന് കണ്ടാൽ അവന്റെ മുഖം പറയും. അത് പ്രത്യേകമായൊരു പ്രകാശം, അത് പ്രത്യേകമായൊരു പ്രകാശമാണ്. സ്വഹാബത്തിനെ സംബന്ധിച്ച് തൗറാത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ അവരുടെ മുഖത്ത് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖങ്ങളിൽ സുജൂദിന്റെ അടയാളം കാണുമെന്ന് ഖുർആൻ പറഞ്ഞു അൽ ഫത്ഹ് സൂറത്തിൽ. ഇതുപോലെ നമ്മളൊരു മുസ്ലിമാണെന്ന് തോന്നണം. അതിന് വേണ്ടതൊക്കെ നമുക്ക് വേണം, തലമറക്കാൻ നമുക്ക്. എന്നാൽ പിന്നെ കൂടുതൽ പറയേണ്ടതില്ല. ഇവനെ കണ്ടാൽ തന്നെ ഒരു മുസ്ലിമാണെന്ന് തോന്നിപ്പോവും. ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയുന്ന പോലെ, ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയുന്നത് പോലെ
ഒരു മതപണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഒരു തലപ്പാവോ ഒരു തൊപ്പിയോ അവന്റെ തലയിലുണ്ടാകുമ്പോ അവൻ അതിന്റെ ആ ഷിയാറ്, ആ അടയാളം പുറത്ത് കാണിക്കുമ്പോ പിന്നെ വളർന്നു പറയേണ്ട ആവശ്യമില്ല, ഞാനൊരു മുസ്ലിമാണ് എന്ന് തെളിയിക്കുകയാണ് അവൻ. അള്ളാഹു പറയും, അള്ളാന്റെ തിരുദൂതർ പറയുന്നത് പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രത്യേകം പറയണം, റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ, മതമായിട്ട് ഇസ്ലാമിനെ ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു നാഥാ. അതിനപ്പുറത്തേക്കൊന്നില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ പ്രചാരണം നടത്തിയത് അതാണ്. അതുകൊണ്ട് അത് തന്നെയാണ് നമുക്കും വേണ്ടത്. വബി മുഹമ്മദിൻ നബിയ്യാ, മുഹമ്മദ് നബിയെ നബിയായിട്ടും ഞങ്ങൾ ഇതാ പൊരുത്തപ്പെട്ടിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, പരിപൂർണമായിട്ടും അള്ളാഹുവിന്റെ തിരുദൂതരെ തൃപ്തിപ്പെടണം എന്നുള്ള കാര്യം അള്ളാഹു തആല അള്ളാഹിന്റെ തിരുദൂതർ ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തൊരു വിപത്തും ആ വിപത്ത് വരുന്നത് അത് അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന വിപത്തുകളൊക്കെ ശിക്ഷയല്ല എന്ന് മനസ്സിലാക്കണം. അതിനാണ് അമ്പിയാക്കൾക്ക് നൽകിയത്. അള്ളാഹു എന്ത് നൽകുന്ന സമയത്തും അതിൽ നമ്മൾ പൊരുത്തപ്പെടണമെന്നാണ്. ആ വിധിയിലുള്ള ആ പൊരുത്തമില്ലെങ്കിൽ, അതിൽ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ, അതിനെപ്പറ്റി ഒരാള് അജ്ഞനാണെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ആലസ്യത്തിൽ നിപതിച്ചു പോകും. അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവൻ പരിപൂർണമായിട്ട് അത്തരം കാര്യങ്ങളെ ധീരമായിട്ട് നേരിടാൻ കഴിയണം. അതിനാണ് ഞാൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറഞ്ഞു. കാല് മുറിക്കപ്പെട്ട രാത്രിയിൽ ഒരു കുട്ടി മരിച്ചപ്പോഴും അള്ളാഹു 7 സന്താനങ്ങൾ നൽകിയപ്പോ ഒരു കുട്ടിയല്ല പോയത്. നേരെ തിരിച്ചാണെങ്കിലോ 6 സന്താനങ്ങൾ മരിച്ച ഒരു കുട്ടി മാത്രം ബാക്കിയാവുകയാണെങ്കിൽ, അങ്ങനെ ചിന്തിച്ചപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത റാഹത്തുണ്ടായി, സന്തോഷമുണ്ടായി. അത് മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തിയെന്നാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ പാടാണ്. എന്തായിരുന്നാലും അള്ളാഹു പറയുന്നത്, എന്തൊരു മുസീബത്ത് വന്നാലും ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഖാലോ, അവർ അങ്ങനെയുള്ള നല്ല ആളുകൾ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അള്ളാഹുവിലേക്കുള്ളവരാണ്, നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അങ്ങനെയുള്ളവരുടെ മേലിൽ അള്ളാഹുവിന്റെ പാപമോചനങ്ങളും അതുപോലെ അവന്റെ കാരുണ്യവും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ വിപത്തുകളെ ക്ഷമിച്ചാൽ അള്ളാഹുവിൽ നിന്ന് നമുക്ക് സ്വലാത്ത് ഉണ്ടാവുന്നുണ്ടാവും. ഖുർആനിൽ തന്നെ അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിൽ ദിക്ർ ചെല്ലുന്നവർ, പ്രഭാതത്തിലും പ്രദോഷം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരുടെ മേലിൽ അല്ലാഹു സ്വലാത്ത് ചെല്ലും, മലക്കുകളും സ്വലാത്ത് ചെല്ലും എന്ന് പറയുന്നു. ആ സ്വലാത്ത് കൊണ്ടുള്ള ഉദ്ദേശവും നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരണം. ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആ തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള നല്ലൊരു അവസരമാണ് എന്നാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ വിപത്തുകളൊക്കെ വരുന്നത് അള്ളാന്റെ വേണ്ടുക പ്രകാരം. എന്നാൽ അത് ചിലപ്പോ എങ്ങനെ വരും? നമുക്ക് ഒരു ശിക്ഷയായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലത് വരുന്നത് നമുക്ക് ശിക്ഷയായിട്ട് വരും. അങ്ങനെ വരുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് ചില ആയത്തുകളിലൂടെ പറയുന്നുണ്ട്. നമുക്ക് ചിലപ്പോ അള്ളാഹു തആല ശിക്ഷ രൂപത്തിൽ നമ്മൾ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ അള്ളാഹു തആല നമുക്ക് പരീക്ഷണങ്ങൾ നൽകുമെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥയെ തൊട്ട് നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യണം. കാരണം അത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? തിരുത്താൻ ചാൻസ് കിട്ടൂല. ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശിക്ഷ നൽകിയിട്ടുണ്ട്. ദുനിയാവിൽ നിന്ന് തന്നെ കടുത്ത ശിക്ഷ നൽകിയിട്ടുണ്ട്. അത് അവർ ചെയ്ത ചില പ്രവർത്തനങ്ങൾ കാരണമാണ്. അതും അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരമാണ്. ഇത് ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ല. ഖുർആൻ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وَلَنُذِيقَنَّهُمْ مِنَ الْعَذَابِ الْأَدْنَى دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ. തെറ്റ് ചെയ്ത ആളുകളെ, ചെയ്യുന്ന ആളുകളെ അവർക്ക് വലിയ ശിക്ഷയുടെ മുമ്പ് ചെറിയ ശിക്ഷ കൊണ്ട് നാം ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അവരെ ആസ്വദിപ്പിക്കുന്ന, അള്ളാഹു പറയാണ് വലനുദീഖന്നഹും, നാം അവരെ ആസ്വദിപ്പിക്കും. എങ്ങനെ? ആസ്വാദനം കളിയാക്കി പറയണത്, സുഖമുള്ള ആസ്വാദനമല്ലത്. മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ, വലിയ ശിക്ഷക്ക് മുമ്പ് ചെറിയ ശിക്ഷ കൊണ്ട് അത് ദുനിയാവുന്ന.
വലിയ ശിക്ഷക്ക് മുമ്പ് ചെറിയ ശിക്ഷ കൊണ്ട് നാം പരീക്ഷിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ ദുനിയാവിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷയാണ്. അതിന് ചില കാരണങ്ങളുണ്ടാവും. നമുക്ക് ദുനിയാവിൽ നിന്ന് ശിക്ഷ കിട്ടാനുള്ള ഒരു കാരണമാണ് ചിലപ്പോൾ താവഴിയായിട്ട് വരും ചില കാര്യങ്ങൾ. അതിന് കാരണമായ ഒരു സംഗതിയാണ് മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു കാരണം അല്ലാഹു ചില ആയത്തുകൾ ഇറക്കിയപ്പോൾ അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ പോലും അവർക്ക് നന്മ ചെയ്യണമെന്ന്. അതുകൊണ്ടാണല്ലോ കൊടുങ്ങിയിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ സഹോദരൻ ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷവും സ്വന്തം മാതാപിതാക്കളെ ആ സഹോദരൻ വളരെ നല്ല രൂപത്തിൽ നോക്കി. അവസാനം നോക്കൂ നിങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ആ മാതാവും ഇസ്ലാമിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താ? ഈ കുട്ടിയുടെ ഈ ചെറുപ്പക്കാരനായ നമ്മുടെ സഹോദരന്റെ ആ സൽസ്വഭാവമാണല്ലോ. മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ പോലും അവർക്ക് നന്ദി ചെയ്യണമെന്ന്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് നിരാഹാരം അനുഷ്ഠിച്ചു. നീ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കാതെ ഞാൻ ഒരിക്കലും വെള്ളം കുടിക്കില്ല, കാരക്ക തിന്നില്ല, റൊട്ടി കഴിക്കില്ല എന്ന് വാശി പിടിച്ചു. പക്ഷേ മകൻ വിട്ടുകൊടുത്തില്ല. അവസാനം 48 മണിക്കൂർ കൃത്യം 2 ദിവസം ഒരു തുള്ളി വെള്ളം കുടിക്കാത്തതുകൊണ്ട് പറ്റ തളർന്നു. കുടുംബം ഒന്നടങ്കം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ തൽക്കാലം ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചിട്ട് ആ പുതിയ മതത്തിൽ നിന്ന് ഒന്ന് പിന്മാറിയിട്ട് സ്വന്തം മാതാവിന്റെ ജീവൻ രക്ഷിക്കണം. സ്വന്തം മാതാവിന്റെ കാതിൽ മന്ത്രിച്ചു അത്രേ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ നിരാഹാരം അനുഷ്ഠിച്ച് നിങ്ങൾ മരിച്ചു, വീണ്ടും നിങ്ങൾക്ക് ജന്മം ലഭിച്ചു, വീണ്ടും നിങ്ങൾ അങ്ങനെ ചെയ്തു, വീണ്ടും മരിച്ചു. 100 തവണ ആവർത്തിച്ചാലും ഞാൻ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കില്ല. അതോടുകൂടെ ആ നിരാഹാരം പിൻവലിച്ചു. ആ സന്ദർഭത്തിലാണ് അല്ലാഹു തആല ലുഖ്മാൻ സൂറത്തിലെ 2 വചനങ്ങൾ, 2 ആയത്തുകൾ, അതായത് മാതാപിതാക്കളെ കണക്കിലെടുക്കണം, അതേ സമയത്ത് തെറ്റിന് അവർ പ്രേരിപ്പിച്ചാൽ, ശിർക്കിന് അവർ പ്രേരിപ്പിച്ചാൽ ഒരിക്കലും വഴിപ്പെടരുത്. ഇതിന് എതിര് നമ്മൾ ചെയ്താൽ ദുനിയാവിൽ നിന്ന് പരീക്ഷണം നമുക്ക് വിപത്ത് വരുമെന്ന്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഖ്നൻ അലാ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. അല്ലാഹു പറയുന്നത് മനുഷ്യരോട് നാം വസിയത്ത് ചെയ്യുന്നു. അവിടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ, പ്രത്യേകിച്ച് മാതാവ് ഹമലതുഹു ഉമ്മുഹു വഖ്നൻ അലാ അവന്റെ മാതാവ് ക്ലേശത്തിനു മേൽ ക്ലേശം സഹിച്ചുകൊണ്ട്, പ്രയാസത്തിനു മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവനെ ഗർഭം ധരിച്ചത്. അങ്ങനെയുള്ള ആ മാതാവിനെയും പിതാവിനെയും ഒക്കെ വളരെ പരിഗണിക്കണമെന്നാണ് അള്ളാഹു ഇത്രത്തോളം പറഞ്ഞു. അനിഷ്കുർലി വനിവാലിദൈക, എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. എനിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനിക്ക, പിന്നെ നിന്റെ മാതാപിതാക്കൾ. അള്ളാഹുവിനെ പറഞ്ഞതിന്റെ ശേഷം സഹോദര പിന്നെ സ്വന്തം മാതാപിതാക്കളെ പറഞ്ഞു. ചില കള്ള തരീഖത്തുകളൊക്കെ, ആ തരീഖത്തിന്റെ ആളുകളൊക്കെ പഠിപ്പിക്കുന്നത് ഷെയ്ഖാനത്ര വലിയ വാപ്പ. വീട്ടിലെ സ്വന്തം പിതാവ് പറഞ്ഞാൽ അവർ കേൾക്കില്ല, വീട്ടിലെ മാതാവ് പറഞ്ഞാൽ അവർ കേൾക്കില്ല, വിവാഹം കഴിക്കണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കില്ല, സുഹൃത്തുക്കൾ നിർബന്ധിപ്പിച്ചാൽ അവർ കേൾക്കില്ല. അവർ പറയും എന്റെ ഷെയ്ഖാണ് എന്റെ പിതാവ്, പിതാവ് പറയണം കെട്ടാൻ. അള്ളാന്റെ തിരുദൂതർ പഠിപ്പിക്കാത്തൊരു സംഗതി, ഷെയ്ഖ് പറയുന്നത് കേൾക്കാം. പക്ഷെ കള്ള തരീഖത്തുകളൊക്കെ വിട്ടുപോയി സ്വന്തം മാതാപിതാക്കൾ അവഗണിക്കും. വിശുദ്ധ ഖുർആൻ എത്ര കർശനമായിട്ട് പറയാണ്, അനിഷ്കുർലി വലിവാലിദൈക, എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം സൂറത്തുൻ നിസായിലെ ഇത് സംബന്ധമായിട്ടുള്ള ഒരു ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. സുലൈമാൻ നബിക്ക് അല്ലാഹു ജിന്നുകളെ വഴിപ്പെടുത്തി കൊടുത്തു. ഒരു ദിവസം ജിന്നുകളോട് സുലൈമാൻ നബി പറഞ്ഞു, നിങ്ങൾ കടലിൽ മുങ്ങണം, കടലിൽ മുങ്ങിയിട്ട് മുത്തുകളും രത്നങ്ങളും കൊണ്ടുവരണം. ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു, ജോലി ചെയ്യിപ്പിച്ചിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. ലോകം അടക്കി ഭരിച്ച സയ്യിദുനാ സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്തൊരു മഹത്വമാണത്. ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്തമായ രൂപത്തിൽ അല്ലാഹു നൽകിയില്ലേ. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തി, രോഗികൾക്ക് വലിയ ആശ്വാസം നൽകി.
ഈ പറയപ്പെട്ടതെല്ലാം നൽകി തിരുദൂതർക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മുടെ വിഷയം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളോട് പറഞ്ഞു, നിങ്ങൾ കടലിലൊന്ന് മുങ്ങണം. ജിന്നുകൾ മുങ്ങി. പക്ഷെ അവരെ കൊണ്ടുവന്നത് വെളുത്ത നിറത്തിലുള്ള ഒരുപാട് മുത്തുകൾ പതിച്ച അതിമനോഹരമായ ഒരു കുബ്ബ, വലിയ വലിപ്പമുള്ള മനോഹരമായ ഒരു കുബ്ബ ജിന്നുകൾ പൊക്കിക്കൊണ്ടുവന്നു. ആശ്ചര്യത്തോട് കൂടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അത് തുറക്കപ്പെട്ടു. അതിന്റെ ഉള്ളിൽ അതാ ഒരു ചെറുപ്പക്കാരൻ. ഇത് കെട്ടുകഥയല്ല. അതിന്റെ ഉള്ളിൽ അതാ ഒരു ചെറുപ്പക്കാരൻ. ആശ്ചര്യത്തോടുകൂടെ സുലൈമാൻ നബി ചോദിച്ചു, ഈ മനുഷ്യനാണോ അതല്ല ജിന്നാണോ അതല്ല മലക്കാണോ? സമുദ്രത്തിന്റെ ആഴിയിലാണ് ഇതിന്റെ ഉള്ളിൽ കഴിയുന്നത്, ജീവനോടുകൂടെ, ഒരു കുഴപ്പമില്ല. പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ആ സഹോദരൻ അതിലിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മനുഷ്യൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനൊരു അവസ്ഥ എത്തിയത്? ഇങ്ങനൊരു സ്ഥാനം നിനക്ക് അല്ലാഹു തരാനുള്ള കാരണം എന്താണ്? ആ സഹോദരൻ പറഞ്ഞത്, സുലൈമാൻ നബിയോട് പറഞ്ഞത്, എനിക്കൊരു വയസ്സായ മാതാവുണ്ടായിരുന്നു. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും മറ്റും എന്റെ മാതാവിനെ, നടക്കാൻ കഴിയാത്ത എന്റെ മാതാവിനെ ഞാൻ തോളിലേറ്റിക്കൊണ്ടുപോകും. അത് എന്റെ മാതാവിന് വലിയ ഇഷ്ടമായിരുന്നു. എന്റെ മാതാവ് എപ്പോഴും ദുആ ചെയ്യും, ഭൂമിയിലും ആകാശത്തുമല്ലാത്ത ഇടത്തും ഇവനിക്കൊരു സ്ഥാനം നൽകണം നാഥാ. എന്റെ മരണത്തിന്റെ ശേഷം ഭൂമിയിലും ആകാശത്തുമല്ലാത്ത ഒരു ഇടത്ത് എന്റെ മകന് സ്ഥാനം നൽകണം. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. എന്റെ മാതാവ് മരിച്ചതിന്റെ ശേഷം ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തിയതാണ്. അപ്പോ ഭൂമിയിലല്ലാത്തത്, ഭൂമിയുടെ ഉപരിതലത്തിലല്ലാത്തത്. അങ്ങനെ സഹോദര, ഈ സഹോദരൻ കാര്യം വ്യക്തമായതിന്റെ ശേഷം ആ കുബ്ബയുടെ വാതിൽ അടഞ്ഞുപോയി. ജിന്നുകളോട് അത് തൽസ്ഥാനത്ത് തന്നെ വെക്കാൻ സുലൈമാൻ നബി കൽപ്പിച്ചു. അത് സമുദ്രത്തിലേക്ക് തന്നെ വിട്ടു. ഇവിടെ സ്വന്തം മാതാവിനെ അംഗീകരിച്ചതിന്റെ ഫലം നോക്കൂ നിങ്ങൾ. അള്ളാഹു ദുന്യാവെന്ന് കൊടുത്തു. എന്നാ ദുന്യാവെന്ന് വിപത്ത് വരും. നേരെ തിരിച്ചാലോ, വയസ്സായ മാതാവിനോട് ഒരാൾ പറഞ്ഞു, അത്രേ ചരിത്രത്തിൽ കാണാൻ നേരത്തെ കഴിഞ്ഞുപോയൊരു സംഭവം. ഉമ്മ, എനിക്ക് കഅബ തവാഫ് ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. മാതാവ് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ നീ കഅബ തവാഫ് ചെയ്യാനോ ഉംറ ചെയ്യാനും പോയാൽ അത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ കഅബ തവാഫ് ചെയ്യാനല്ലേ? മാതാവിന്റെ വാക്ക് കേൾക്കാതെ ആ സഹോദരൻ കഅബ തവാഫ് ചെയ്യാനും ഉംറ ചെയ്യാനും പുറപ്പെട്ടു. ഇന്നത്തെ പോലെ വാഹന സൗകര്യമില്ല. കിതാബിൽ കാണാം ഇതിന്റെ വ്യാഖ്യാനത്തിൽ. അങ്ങനെ ഇദ്ദേഹം പോവുകയാണ്. പോയി രാത്രി സമയത്തായപ്പോൾ ഏതെങ്കിലും പള്ളിയിൽ തങ്ങും. ഒരു രാത്രി അദ്ദേഹം ഒരു പള്ളിയിൽ താമസിച്ചു. നീ നോക്കൂ, സ്വന്തം മാതാവിനെ, എവിടേക്കാ കള്ളു കുടിക്കാനല്ല, തെറ്റ് ചെയ്യാനല്ല, ഉമ്മാനെ ധിക്കരിച്ചു പോയതല്ല, പരിശുദ്ധ കഅബ ശരീഫ് തവാഫ് ചെയ്യാനാണ്. പക്ഷെ ഉമ്മാന്റെ അനുമതി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പോകരുതേന്ന് പറഞ്ഞു. ഇപ്പൊ നീ പോയാൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതിനെ അവഗണിച്ചു പോയി. അദ്ദേഹം ഒരു രാത്രി പള്ളിയിൽ താമസിച്ചു. ആ സമയത്താണ് ആ നാട്ടിലൊരു വീട്ടിലൊരു കള്ളൻ കിടന്നത്. ആകെ ഒച്ചപ്പാടായി ബഹളായി. കള്ളൻ ഇറങ്ങി ഓടി. ആളുകൾ പിന്നാലെ ഓടി. ആകെ ബഹളായി. കള്ളൻ പള്ളിയുടെ മുൻഭാഗത്തിലൂടെയാണ് ഓടിയത്. ദൂരെ നിന്ന് കണ്ടവർക്ക് പള്ളിയുടെ ഭാഗത്തേക്ക് ഓടിയെന്നാണ് മനസ്സിലായത്. ആളുകൾ പള്ളിയുടെ ഭാഗത്ത് വന്നപ്പോ പള്ളിയിൽ ഒരാൾ നിസ്കരിക്കുന്നത് ഇയാളാണ്. ഉമ്മാന്റെ സമ്മതമില്ലാതെ പോകുന്ന ആളാണ്. അയാൾ കള്ളനല്ല. അയാൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന രാത്രി. സാഹചര്യം നോക്കൂ നിങ്ങൾ. ഒരു വിപത്ത് അതിന് അള്ളാഹു കാരണമാക്കുന്നതാണ്. ആളുകൾ പള്ളിയിൽ കയറി ആളെ പിടിച്ചു. കാരണം അപരിചിതനായ ഒരാൾ ഇത് പിടിക്കാൻ വരുമ്പോൾ നിസ്കാരം അഭിനയിക്കാന്ന് കരുതി അവർ പിടികൂടി. ഞാനല്ല കള്ളൻ എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും യഥാർത്ഥ കള്ളന്മാരും അങ്ങനെ പറയുമെന്നതുകൊണ്ട് ആളുകൾ വിട്ടില്ല. നാട്ടുരാജാക്കന്മാരുണ്ടല്ലോ ഇന്നും രാജ്യത്തിന്റെ ഇന്ത്യയിൽ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ. ഇന്ത്യക്ക് ജുഡീഷ്യറിയും പല സംവിധാനങ്ങളും ഉണ്ടെങ്കിലും നാട്ടുമൂപ്പന്മാർക്ക് ചില തീരുമാനങ്ങളുണ്ട്. നിയമവിരുദ്ധമായിട്ടുള്ള അടിച്ചു കൊല്ലാൻ നാട്ടുമൂപ്പൻ തീരുമാനിച്ച് അടിച്ചു കൊല്ലും. ഇവിടെ തീരുമാനിച്ചത് ഇദ്ദേഹത്തിന്റെ കൈകാലുകൾ ഛേദിക്കാനും കണ്ണ് ചൂഴ്ന്നെടുക്കാനും. പാവം നിരപരാധിയായ ഇയാളെ കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടു. അങ്ങാടിയിൽ പ്രദർശിപ്പിച്ചു അത്ര അദ്ദേഹം. എന്നിട്ടൊരാൾ വിളംബരം ചെയ്തു, കട്ടാലുള്ള ശിക്ഷ. അതിന് മറുപടി അത് പറയുമ്പോൾ കട്ടാലുള്ള ശിക്ഷ ഇതാണെന്ന് പറയുമ്പോ അദ്ദേഹം വേദനയോടുകൂടെ പറയും, അത്രേ അങ്ങനെ പറയല്ലേ. ഉമ്മാന്റെ മാതാവിന്റെ സമ്മതമില്ലാതെ കഅബ തവാഫ് ചെയ്യാൻ പോയ ഒരാൾക്കുള്ള ശിക്ഷയാണിത് എന്ന് പറയൂ. എന്ത് പറയല്ലേ? കട്ടതിനുള്ള ശിക്ഷയാണിത് എന്ന് പറയല്ലേ. മാതാവിന്റെ സമ്മതമില്ലാതെ
കഅബ തവാഫ് ചെയ്യാൻ പോകുന്ന ഒരാൾക്കുള്ള പ്രതിഫലമാണിത്, ശിക്ഷയാണിത്, അങ്ങനെ പറയൂ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ദുനിയാവിൽ നിന്ന് കിട്ടിയ ഒരു വിപത്താണ്. എത്ര സംഭവങ്ങൾ, എത്ര സംഭവങ്ങൾ. ചിലതുകൊണ്ടുള്ള നേട്ടം പരലോകത്തുനിന്നാവും, ചിലതുകൊണ്ടുള്ള നേട്ടം പരലോകത്തു നിന്നുള്ള പുറമെ ഇവിടെ തന്നെ കിട്ടും. മാതാപിതാക്കളെ നല്ല രൂപത്തിൽ നോക്കുന്നവർക്ക് ഭയങ്കര ഗുരുത്ത അല്ലേ? ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രായം ചെന്ന മാതാപിതാക്കളുടെ അരികിലേക്ക് ഒരാൾ നടന്നു പോകുമ്പോ ഒരു ചവിട്ടടിക്ക് അള്ളാഹു നൽകുന്നത് 300 കാര്യങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തത് 100 നന്മകൾ അവന്റെ കർമ്മരേഖയിൽ അള്ളാഹു രേഖപ്പെടുത്തും. രണ്ടാമത്തത്, അവന്റെ കർമ്മരേഖയിൽ നിന്ന് 100 തെറ്റുകളെ അള്ളാഹു മായ്ച്ചു കളയും. മൂന്നാമത്തത്, അവനിക്ക് പരലോകത്ത് സ്വർഗത്തിൽ 100 പദവികളെ അള്ളാഹു നൽകും. ഒറ്റ ചവിട്ടടിക്കാണ്. അടുത്ത സ്റ്റെപ്പിന് വേറെ, അടുത്ത സ്റ്റെപ്പിന് വേറെ. അപ്പൊ നമ്മുടെ വയസ്സായ മാതാവോ പിതാവോ അവരൊരു പക്ഷേ തറവാട്ടിലായിരിക്കാം, നമ്മൾ വേറെ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ അരികിലായിരിക്കാം, അല്ലെങ്കിൽ അനിയന്റെ അരികിലായിരിക്കാം. നമ്മൾ വേണ്ടത് നമ്മുടെ അരികിലാക്കാൻ നോക്കണം. ഉമ്മന്റെ അരികിൽ നിൽക്കട്ടെ. പന്ത് തട്ടുന്നത് പോലെ തട്ടലല്ല സഹോദര. താമരശ്ശേരി ചുരം കയറുമ്പോൾ നമുക്ക് കാണാം, കുരങ്ങന്മാർക്കൊരു മരത്തിന്റെ കൊമ്പെന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാട്ടം എന്നതുപോലെ ചില വയസ്സായ മാതാപിതാക്കൾ പാവം വയസ്സായ സമയത്ത് ഇനിയോ നോക്കട്ടെ മറ്റോ നോക്കട്ടെ തർക്കമാണ്. അതുകൊണ്ട് പാവം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അവർക്കൊക്കെ വെറുപ്പ്, മരുമക്കൾക്ക് വെറുപ്പ്, മക്കൾക്ക് വെറുപ്പ്. ഇനി അവർ കൈലാറ് വലിയ അടങ്ങേറ് പഠിച്ചം കൊടുക്കും. അത് ഇവിടെ തന്നെ ദുന്യാവ് തന്നെ അനുഭവിച്ചിട്ട് തർക്കം വേണ്ടതെന്താ? ഞാൻ നോക്കും ഉമ്മാനെ, ഞാൻ നോക്കും വാപ്പാനെ, ഇവിടെ നിൽക്കട്ടെ തൽക്കാലം. അത് മറ്റു മക്കളും പറയണം ഇൻകൊണ്ടല്ല പോയി. അങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് സഹോദരൻ നോക്കാൻ മത്സരിച്ചാൽ പ്രായാധിക്യത്താൽ പ്രയാസപ്പെടുന്ന അവരുടെ മനസ്സിന് എന്തൊരു സന്തോഷമുണ്ടാകും. ഒരുപാട് രോഗങ്ങൾ അങ്ങനെ പോകും. അവർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. നമുക്കൊക്കെ വരാൻ പോകുന്നൊരവസ്ഥ ഉണ്ട്. സ്വന്തം മക്കളെയും പേരക്കുട്ടികളുടെ കളികളും തമാശകളും ചിരികളൊക്കെ കണ്ട് സ്നേഹത്തോട് കൂടെ കഴിഞ്ഞു പോകാനല്ല സഹോദര ആരും ആഗ്രഹിക്കുക. വെറുപ്പ് കാണിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ വെറുപ്പ് കാണിച്ചാൽ ഒരു മഹാവിപത്തായിട്ട് നമ്മുടെ മക്കൾ നമ്മോട് അതിന്റെ പരീക്ഷ സഹിതം വെറുപ്പ് കാണിക്കും. ഇനി അവർക്ക് അങ്ങനെ ഇതിങ്ങനെ ഒരു മാലപ്പടക്കം പോലെ ഉണ്ടാകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, 100 നന്മകൾ നമ്മുടെ കർമ്മരേഖയിൽ വരും. വെറുതെ കിട്ടണം ഒറ്റ സ്റ്റെപ്പാണ്. ഉമ്മാനെ കാണാൻ പോവാണ്, വയസ്സായ വാപ്പാനെ കാണാൻ പോവാണ്, ഒരു കാലടിയാണ് വെക്കുമ്പോഴാണ് 100 നന്മ. ഇനി 100 തെറ്റ് പൊറുക്കപ്പെടണം. മായ്ക്കാണ് അത്ര നമ്മുടെ കർമ്മരേഖയിൽ നിന്ന് മായ്ക്കുക. സഹോദര, കോടതിയിൽ ഒരു ജഡ്ജി വിധിക്കലെങ്ങനെ? കൂട്ടിലങ്ങാടിയിൽ ഒരു കൊലപാതകം നടന്നു സങ്കല്പിക്കുക. ജഡ്ജി കൂട്ടിലങ്ങാടിക്കാരനാണ്. സഹോദര, അദ്ദേഹത്തിന് വിധിക്കണമെങ്കിൽ അതൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഡെസ്കിലെത്തിയ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് വന്ന കുറ്റപത്രത്തിനനുസരിച്ചാണ് വിധിക്കുക. പത്രങ്ങൾ എന്ത് എഴുതി എന്നല്ല, നാട്ടിലെന്ത് സംഭവിച്ചു എന്നല്ല, ആളുകളുടെ ചർച്ച എന്താണ് എന്നല്ല, തന്റെ മുന്നിലെത്തിയ കുറ്റപത്രത്തിനനുസരിച്ചാണ് വിധിക്കുക. അല്ലെങ്കിൽ അഭിഭാഷകരില്ലേ, അവരതിനെ ക്രോസ് ചെയ്യൂലേ? അത് പ്രശ്നമാവൂലേ? കുറ്റപത്രത്തിലുള്ള കുറ്റം എങ്ങനെ, അതിനനുസരിച്ചാണ് അവന്റെ തടവ് ശിക്ഷയും വധശിക്ഷയും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്കിലും നോക്കൂ, മലക്കുകൾ നമ്മുടെ കുറ്റപത്രം സമർപ്പിക്കുകയാണ്. നമ്മൾ ചെയ്ത കർമ്മരേഖ, നമ്മൾ ചെയ്ത സകല തെറ്റുകളും അതിലുണ്ടായിരുന്നു. പക്ഷേ മാതാവിനെ നോക്കിയതിന്റെ പേരിൽ, പിതാവിനെ നോക്കിയതിന്റെ പേരിൽ സ്നേഹത്തോടെ അവരുടെ അരികിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് വെച്ചതിന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് 100 തെറ്റുകളും വായിക്കുന്നു. കർമ്മരേഖ സഹോദര, നാളെ കുറ്റപത്രം റബ്ബിന്റെ മുന്നിലെത്തും. വലിയ കുറ്റല്ല, അള്ളാഹു ഒപ്പിച്ച വേലയാണ്. അങ്ങനെ അതിന്റെ പേരിൽ അതാ അവനെ വെറുതെ വിടുന്നു. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ നല്ലോണം പരിഗണിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായിട്ട് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇനി അങ്ങനെ അതിന്റെ ശേഷം മാതാപിതാക്കളോട് മയത്തിൽ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഗ്ഫിർ ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ.
ഖുർആൻ പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറയാൻ പാടില്ല. വിസമ്മതത്തിന്റെ ഏറ്റവും ലളിതമായ രീതിയാണത്. മാതാവ് പിതാവ് ഒരു കാര്യം പറയുമ്പോ ഛേ നിങ്ങൾ പറയാൻ കണ്ടൊരു സമയം പറയരുതേ. പിന്നെയോ അവരോട് വിനയത്തോടെ സംസാരിക്കണം. കാരുണ്യത്തിന്റെ ചിറകിനെ അവർക്ക് വിരിച്ചു കൊടുക്കണം. എന്നെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയതിന് പകരം നാഥാ എന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. മക്കളോട് പ്രാർത്ഥിക്കാൻ പറയണം. പ്രാർത്ഥിക്കണം, മാറ്റർ പറഞ്ഞു തരണം. കഴക്കൂല പിന്നെ ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കൾ എന്നെ നോക്കി വളർത്തിയതിന് പകരമായി അവരോട് നീ കരുണ കാണിക്കണേ, ദയ കാണിക്കണേ നാഥാ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. അപ്പൊ അതില് വിനയത്തോടെ സംസാരിക്കണം എന്നാണ്. മാതാപിതാക്കളോട് വിനയത്തോടുകൂടെ സംസാരിക്കുന്നവർ അവർക്ക് അള്ളാഹു സിറാത്ത് പാലം കടക്കുമ്പോ വല്ലാത്ത പ്രകാശം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെപ്പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്, യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. പ്രകാശം അവരുടെ മുന്നിലൂടെയും അതുപോലെ അവരുടെ വലതുഭാഗത്തിലൂടെയും സ്പീഡിൽ ഓടുമെന്ന് ഖുർആൻ പറയുന്ന ആ പ്രകാശം ലഭിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചാലോ അള്ളാഹുവിന്റെ വലിയ പരീക്ഷണം ദുനിയാവിൽ തന്നെ വരും. അപ്പോ ആ വിപത്ത് നമ്മുടെ കരങ്ങൾ ചെയ്തത് കൊണ്ട് വന്നതാണ്. അതുപോലെ സഹോദര, മുത്തഫിഫീന സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, അളക്കത്തിലും തൂക്കത്തിലും കമ്മി വരുത്തിയാൽ, കൃത്രിമം കാണിച്ചാൽ അതിന്റെ വിപത്ത് സത്യത്തിൽ നമ്മൾ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കും. ഒരു കൂട്ടർക്ക് അല്ലാഹു മഹാശിക്ഷ കൊടുത്തു. സയ്യിദുനാ ശുഐബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയെ അല്ലാഹു നശിപ്പിക്കാനുള്ള കാരണം തന്നെ അദ്ദേഹം അളത്തത്തിലും അദ്ദേഹത്തിന്റെ ജനത അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചു. കൊള്ള നടത്തിയവർ സാമ്പത്തികമായ തട്ടിപ്പുകൾ നടത്തി. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതിൽ എപ്പോഴും നമ്മൾ 100ക്ക് 100 അവിഹിതമായിട്ട് സഹോദര ഒരു 100 രൂപ പോലും നമ്മൾ പറ്റാൻ പാടില്ല. എത്ര ചെറുതാണെങ്കിലും അതിൽ ബർക്കത്തില്ല. ഇല്ലാന്ന് മാത്രമല്ല, അതിന്റെ ഇരട്ടി നഷ്ടപ്പെടാൻ അതിന് കാരണമാകും. എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് നമ്മുടെ പണമൊക്കെ നമ്മുടെ പുറത്തിറക്കേണ്ട ഒരു അവസ്ഥ വരും. നമ്മൾ വെറുതെ നമ്മളെ ആഴത്തിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ബസ്സിൽ കയറിയിട്ട് സഹോദര തിരക്കുള്ള സമയത്ത് ബസ് ചാർജ് കൊടുക്കാതെ മുങ്ങുന്ന ആളുകളുണ്ട്. ഓൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അങ്ങനെ വിചാരിക്കും ഞാനൊക്കെ ഏതാ മോന്. ഓൻ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഒരു 7 രൂപക്ക് അവന് തട്ടിപ്പ് കാട്ടിയെങ്കിൽ അതിന്റെ പേരിൽ അഭിമാനിക്കുന്നുവെങ്കിൽ സഹോദര, ഒരു വേദന വന്ന് ഒരു ബ്ലോക്ക് വന്ന് ചിലപ്പോ ഒറ്റടിക്ക് 70,000 ആവൂല, പെട്ടെന്ന് ആശുപത്രിയിൽ കെട്ടിവെക്കേണ്ടത്. പടച്ചോന് ഇത് കൊടുക്കാനും വരുന്നത് തടയാനും കഴിയും. സമ്മേളനത്തിന് പോയിട്ട് ബത്തക്കവെള്ളം വിൽക്കുന്ന സ്ഥലത്തുനിന്ന് ബത്തക്കള്ളം കുടിക്കല്ലത്തിന്റെ കുടിച്ച് ഗ്ലാസ് പോകാം. സമ്മേളനം അതിനായിട്ട് പോകുന്നവർ സഹോദര, അവന് വിചാരിക്കും ഞാനൊക്കെ ആരാവളവൻ. ചിന്തിക്കരുത്, അതൊക്കെ അള്ളാഹു പിടിക്കും. ഒരിക്കൽ അവന് ഓർക്കും വേണ്ടില്ലായിരുന്നു. സഹോദര, വിചാരം ചെയ്ത് അവസാനം മൂത്രത്തിന് പൈപ്പിട്ട് കിടക്കുന്ന ഒരവസ്ഥ വന്നാലോ, ആ ലൈംഗിക അവയവത്തെ കൊണ്ട് അവൻ പ്രയാസപ്പെടുന്ന അവസ്ഥ. കുടിക്കരുത് എന്ന് പറഞ്ഞ കള്ള് കുടിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിനെ അവഹേളിച്ചവൻ അവസാനം തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് കുടിക്കാൻ പറ്റുന്ന പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാലോ, നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞ് നമീമത്ത് പറഞ്ഞ് കളവ് പറഞ്ഞ് ആ നാവിനാണ് സഹോദര ക്യാൻസർ വന്നതെങ്കിൽ ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല. മിണ്ടുമ്പോഴേക്ക് ചോര പൊടിയുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്ത തെറ്റ് കാരണം നമുക്കൊരു പ്രശ്നം വരാൻ പാടില്ല സഹോദര, വരാൻ പാടില്ല. തന്റെ കൈകൾ ഉപയോഗിച്ച് തെറ്റായ കാര്യത്തിനായിരുന്നു. സിനിമ കണ്ട് അതിന് കൈകൊട്ടി ചാടിയവൻ പല രംഗങ്ങളിലും അവസാനം അനങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നാലോ അപ്പോൾ അവൻ ഖേദിക്കുന്ന അവസ്ഥയുണ്ടാകും. നോക്കൂ സഹോദര, നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതാണ്. ഹലാലായ ജോലിക്ക് പോകാതെ കൊട്ടേഷൻ സംഘമില്ലേ, എത്ര ആളുകളുണ്ട് ആരാന്റെ ഊര ചവിട്ടി മുറിക്കാൻ പണത്തിന് വേണ്ടി. ഒരാളെ കൊല്ലാൻ എന്നൊരു പ്രശ്നമില്ല, പണത്തിന് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയുള്ള എത്ര ആളുകളുണ്ട്. അവസാനം വരാൻ പോകുന്ന എന്താ? നല്ല ആരോഗ്യ ദൃഢഗാത്രരാകുന്ന സമയത്ത് തോന്നും അതിനൊക്കെ. ഒരാളെ നാലിട്ടടിക്കാൻ 10,000 രൂപ, കൈകാലുകൾ മുറിച്ചിടാൻ 1 ലക്ഷം രൂപ, ആളെ കൊല്ലുകയാണെങ്കിൽ 5 ലക്ഷം രൂപ ഒക്കെ കണക്കാക്കിയെന്ന് സങ്കല്പിച്ച് നോക്കും. വരാൻ പോകുന്ന എന്താ?
അങ്ങനെ കൊട്ടേഷൻ പോയിട്ട് ഒരാളെ ഊരെ ചവിട്ടി മുറിച്ചവനാ, അവനിപ്പോഴും കിടക്കുകയാണ്. കൊല്ലം കുറെയായി. അവന്റെ ഭാര്യ വിഷമിച്ചു, അവന്റെ കുട്ടികൾ വിഷമിച്ചു. ഇവന് വരാൻ പോകുന്ന എന്താ? ആ കാലുകൊണ്ടൊരു പക്ഷെ അവൻ ഇടമേറാവും, പ്രയാസപ്പെടും. ശക്തമായ മുറിവ് അള്ളാഹു നൽകി മാറാത്ത മുറിവ് നൽകിയിട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥ വരും. വളരെ ശ്രദ്ധിക്കണം. നിരപരാധിയായ ഒരു സഹോദരനെ വേറൊരു സഹോദരൻ കാലുകൊണ്ട് ചവിട്ടി. അനുഭവം പറയാം. പിന്നീട് ഈ സഹോദരൻ ആ കാലിൽ മാറാത്തൊരു മുറിവ് വന്നു. എന്നോട് നേരിട്ട് പറഞ്ഞൊരു സംഗതി, ആ ചവിട്ടപ്പെട്ട ആള് പിന്നെ അവിടുന്ന് പോയി. അയാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ എവിടുന്നെങ്കിലും വാങ്ങിയിട്ട് ഒരു 5000 രൂപ നിങ്ങൾ അയാൾക്ക് കൊടുക്കണം. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഏൽപ്പിച്ചു. പുറത്തരാൻ പറയണം. ഒരു ചവിട്ടിനാണ് പിന്നെ 5000 പറയേണ്ടത്. തിരിച്ചടിക്കും സഹോദര, ഇതൊക്കെ തിരിച്ചടിക്കും. നമുക്കത് ചില സമയത്ത് തോന്നൂലേ? അപ്പൊ ഈ വിപത്തുകൾ എന്ന് പറഞ്ഞാൽ അത് പല രൂപത്തിൽ വരും. നമ്മളൊക്കെ പ്രതിനിധിക്കുന്നതാണ്. എന്റെ കാരണത്താൽ ഒരാൾക്കൊരു ശല്യം ഉണ്ടാവില്ല. നാവ് കൊണ്ട് പോലും കൈ കൊണ്ടും ഒരു അവയവം എന്നാ നമുക്ക് മനസ്സിനുള്ള ഒരു പേടിയില്ല. ആ വിഷയത്തിൽ നമ്മുടെ കൈ ശുദ്ധ അല്ല, നേരെ മറിച്ചാണോ? തിരിച്ചടിക്കും. എത്രയോ അനുഭവങ്ങൾ, എത്രയോ ആളുകൾ പ്രയാസപ്പെടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും അള്ളാഹു പറയുന്നത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരമല്ലാതെ ഒരു വിപത്തും ബാധിക്കുന്നില്ല. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ. അള്ളാഹുവിൽ ഒരാൾ വിശ്വസിച്ചാൽ അവന്റെ ഹൃദയത്തിന് അവർ വഴി കാണിക്കും. സഹോദര, യാത്ര പോകുന്ന സമയത്ത് അപകടത്തിൽ പെടുന്നു. ബസ്സിലിരുന്ന് ഉറങ്ങുന്ന സമയത്താണ് മറ്റൊരു വാഹനവുമായിട്ട് ഇടിക്കുന്നത്. തലച്ചോറ് ചതറുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. യഥാർത്ഥത്തിൽ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന മാസങ്ങളോളം വർഷങ്ങളോളം അങ്ങനെ തന്നെ മരിക്കുന്നു. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മുടെ ദൃഷ്ടിയിൽ ചാൻസ് ലഭിച്ചില്ല. പക്ഷേ അള്ളാഹു പറയുന്നത്, അങ്ങനെ ഒരു വിപത്ത് വന്നാൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ അവന്റെ ഹൃദയത്തിന് അള്ളാഹു വഴി കാണിക്കും. അതിൽ പ്രയാസപ്പെടേണ്ടതില്ല. എന്താ കാരണം? അവന്റെ മുൻകാല പ്രവർത്തനങ്ങൾ എങ്ങനെ, അതനുസരിച്ച് ഈമാൻ തീരുമാനിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ കേൾക്കണമെന്നില്ല പറയുന്നത്, പറയണമെന്നില്ല. ചില ആളുകൾ ഒക്കെ മനസ്സിലാക്കണം. നമ്മൾ അബോധാവസ്ഥയിൽ കിടന്ന് മാരകമായ രോഗം ബാധിച്ച് മരിക്കുന്നവരുണ്ടല്ലോ. നമ്മുടെ ധാരണകളൊക്കെ ചിലപ്പോൾ തിരുത്തപ്പെടും. ഇപ്പൊ നമ്മൾ പറയും മരിക്കുമ്പോൾ മുഖം പ്രകാശിക്കുക, നല്ല കാര്യമാണ്. അത് നല്ല അടയാളങ്ങളൊക്കെ ഉണ്ട്. നെറ്റിത്തടം വയർക്കും, മൂക്കിന്റെ ദ്വാരം വികസിക്കും, സ്ഖലനം സംഭവിക്കും. ഇതൊക്കെ നല്ല അടയാളങ്ങളാണ്. എന്നാൽ ചില രോഗങ്ങൾ മുഖത്തിന്റെ കളറ് മാറ്റും. ചില അറ്റാക്ക് നീല കളറാക്കി മാറ്റും. മയ്യത്തിനെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും. മുഖത്തൊക്കെ നീര് വന്ന് വീർക്കുന്ന അവസ്ഥ ഉണ്ടാവും. ആളെ തിരിയില്ല. ഈമാൻ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല സഹോദര. ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അവന്റെ ഖൽബിന് അല്ലാഹു തആല വഴി കാണിക്കും. അതൊക്കെ പടച്ചോണ്ടിടത്തുള്ള കാര്യങ്ങളാണ്. എന്ത് വിപത്ത് വന്നാലും ഈമാനാണ് പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് ഇറങ്ങുക. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. നിങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പെടണം, റസൂലിനും വഴിപ്പെടണം. ഫഇൻ തവല്ലൈതും, നിങ്ങളെങ്ങാനും ആ സത്യത്തിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഇന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ, തീർച്ചയായിട്ടും നമ്മുടെ റസൂലിന്റെ ബാധ്യത വ്യക്തമായ എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്, വ്യക്തമായ പ്രബോധനം മാത്രമാണ്. ഇസ്ലാമിന്റെ നയം നോക്കി നിങ്ങൾ എത്ര സ്പഷ്ടമാണ്, എത്ര വ്യക്തമാണ് അല്ലേ? അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹിനെ വഴിപ്പെടണം, നിങ്ങൾ റസൂലിനെ വഴിപ്പെടണം. റസൂലിന്റെ ബാധ്യത പ്രബോധനം മാത്രമാണ്. എന്തില്ല? നിർബന്ധിപ്പിക്കലില്ല. വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളൂ. അതിനുള്ള ബുദ്ധി അള്ളാഹു നൽകിയിട്ടുണ്ട്. മൃഗങ്ങളിൽ നിന്ന് ഭിന്നമാണ് മനുഷ്യൻ. വിവേകം അള്ളാഹു നൽകി, വിശേഷ ബുദ്ധി അള്ളാഹു നൽകി. വഹദൈനാഹുൻ നജ്ദൈൻ, തെളിഞ്ഞ രണ്ട് മാർഗത്തിലേക്ക് നാം വഴി കാണിച്ചു. മനുഷ്യർക്ക് ബുദ്ധി നൽകി. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിലേക്കെത്താം, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്നത് ഉപേക്ഷിച്ചാൽ അത് നരകത്തിലേക്കുള്ള റൂട്ടാണ് എന്നറിയാം. അതിനുള്ള പക്വത കൊടുത്തു അല്ലാഹു, നൽകി മനുഷ്യർക്ക്. അതിൽ നിന്ന് മനുഷ്യൻ കാര്യങ്ങൾ ഗ്രഹിക്കണം, അതിൽ നിന്ന് മനുഷ്യൻ കാര്യങ്ങൾ ചിന്തിച്ചെടുക്കണം. അതുകൊണ്ട് അള്ളാഹ്ക്ക് വഴിപ്പെടണം, റസൂലിനും. ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു. അള്ളാഹുവിനോട് കൂടെ റസൂലിനെ പറഞ്ഞു.
കാരണം റസൂലിന്റെ മാർഗം ഒരിക്കലും പിഴക്കില്ല. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമാണ് റസൂൽ നമുക്ക് നൽകുന്നത്. അള്ളാഹു പറയുന്നു, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കും എന്നുള്ള രൂപത്തിലാണ് ഫഇൻ തവല്ലൈതും ഫഇന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ. റസൂലിന്റെ ബാധ്യത വ്യക്തമായ രൂപത്തിലുള്ള പ്രബോധനം, ആ ധർമ്മമാണ് ഇപ്പൊ നമ്മൾ നിർവഹിക്കുന്നത്. പിടിച്ചിന് കൊടുത്തിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനൊന്നും കഴിയില്ല. അത് അള്ളാഹ് ഹിദായത്ത് ഉദ്ദേശിച്ചവര് അവർ വരും. നമ്മൾ പ്രബോധനം ചെയ്യാം, അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യാം. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിൽ നിർബന്ധ പരിവർത്തനം ഇല്ല എന്ന് പറയുന്നത്. വെറുതെ നമ്മുടെ പേരിൽ ആരോപിക്കാറുള്ളൂ. നമുക്ക് നിർബന്ധിപ്പിച്ച ആളെ കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം നിർബന്ധിപ്പിച്ച് കൂടിയത് കൊണ്ട് സഹോദര ഹൃദയത്തിൽ ഉറക്കുക. ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയാണ് നീ മുസ്ലിമായിട്ടില്ലെങ്കിൽ കൊന്നുകളയും. അങ്ങനെ അവൻ അതിന്റെ പേരിൽ അഷ്ഹദു അല്ലാ ഇലാഹ ചൊല്ലി അയാൾ പൊന്നാനി കൊണ്ടുപോയിട്ട് എന്താ കാര്യം? എന്തുകൊണ്ട്? മനസ്സിൽ ഉറച്ചിട്ടില്ല, അയാൾ പേടിച്ചിട്ട് വന്നതാണ്. ഈ സാഹചര്യം അനുകൂലമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ വിശ്വാസമില്ല. ആ പക്ഷം ശക്തി കൂടുന്നൊരു സമയം വന്നാൽ അയാൾ തിരിച്ചു പോകൂലേ? ഇനി അടിച്ച അങ്ങോട്ടും അടിക്കുന്നുള്ള രൂപത്തിൽ ഉറക്കൂല. അതേപോലെ പ്രലോഭനം കൊണ്ടും കാര്യമില്ല. 10 ലക്ഷം തരാം മുസ്ലിം ആയാലെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഒരാൾ ഇങ്ങോട്ട് പോന്നാൽ കൽബിൽ ഉറച്ചിട്ടില്ല, അയാൾ പള്ളിയിൽ വരുന്നുണ്ട്, സങ്കല്പിച്ചു നോക്കൂ, അയാൾ കൽബിൽ ഉറച്ചിട്ടുണ്ടാവില്ല. 11 ലക്ഷം തരാ എന്ന് വിലപേശിയാൽ അപ്പുറത്തേക്ക് പോകൂലേ? അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നാവുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. അത് മനസ്സിലുറക്കണം, മനസ്സിലുറക്കണം. പിന്നെ എന്തിന് നമ്മുടെ ചില ആളുകളുടെ പേരിലൊക്കെ വേട്ടയാടണം? സാക്കിർ നായിക്കിന്റെ ഒക്കെ പേരിൽ വെറുതെ ആരോപണങ്ങളാണ്. ആശയപരമായിട്ട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ അദ്ദേഹത്തിനെ വേട്ടയാടുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ലല്ലോ. കാരണം അദ്ദേഹം ഒരിക്കലും നിർബന്ധിപ്പിച്ച ആരെയും മതത്തിൽ കൂട്ടുന്നില്ല. അദ്ദേഹം എന്ന് മാത്രമല്ല, ഒരു മുസ്ലിം പണ്ഡിതനും സഹോദര ഒരു മുസ്ലിമും പരിശുദ്ധ ഇസ്ലാമിലേക്ക് നിർബന്ധിപ്പിച്ച് ഒരാളെയും കൊണ്ടുവരുന്നില്ല. അതിന്റെ ആവശ്യമില്ല, നമ്മളോട് അങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അത് സ്വമേധയാ ഒരാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ച് അയാൾ പോകാൻ നമ്മൾ സ്വീകരിക്കണം. അതിനുവേണ്ട സന്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അത് ഏത് മതത്തിനും വ്യവസ്ഥാപിതമായ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തിന്. ഏത് മതത്തിനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ക്രിസ്ത്യാനികൾ, നമുക്ക് പരാതിയില്ല. അതുപോലെ ഇവിടുന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോൾ ആ പ്രബോധകന്മാരെ പിടിച്ചു കെട്ടാനും അങ്ങനെ തളർത്താനും നോക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഇന്ത്യ എങ്ങനെ പൂങ്കാവനമാകും? എല്ലാ മതസ്ഥരും വേണ്ട. അങ്ങനെ ഐക്യത്തോടുകൂടി ഒരു ജപമാലയിലെ മുത്തുമണികളെ പോലെ, അല്ലെങ്കിൽ ഒരു ചുമരിൽ അടുക്കി വെച്ച ഇഷ്ടികകളെ പോലെ സഹോദര, അല്ലെങ്കിൽ ഒരു തുണിയിലെ നൂല് കൂട്ടിയാൽ മതി. ഭിന്നിക്കൽ, നഗ്നത പുറത്തു വരും. ഇന്ത്യ മഹാരാജ്യം അങ്ങനെ ഒരുപാട് മതവിശ്വാസം, എല്ലാവരും ഐക്യത്തോടുകൂടെ. നമ്മുടെ വസ്ത്രത്തിലെ നൂലുകൾ നോക്കൂ നിങ്ങൾ, എത്ര അടുത്തടുത്താണ് നിൽക്കുന്നത്. അതിൽ നിന്നൊരു നൂല് പോയി, മറ്റൊരു നൂല് പോയി, മറ്റൊരു നൂല് പോയി, നഗ്നത പുറത്ത് കാണും. ഒരു കയറിലെ ചെറിയ നാരുകൾ എല്ലാം കൂടിയപ്പോഴുള്ള ബലം. ഒരു രാജ്യത്തിന് ബലം കിട്ടണമെങ്കിൽ അത് വേണം. ഏഷ്യയെ ഒന്നായിട്ട് തകർക്കാൻ കഴിയുന്ന ആയുധങ്ങൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇന്ത്യയിലുള്ള ആളുകൾക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ എല്ലാ മതസ്ഥർക്കും ഏത് സമയത്തും അതിനുള്ളൊരവസരമാവട്ടെ. അള്ളാഹു അത്തരം ഒരവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ നിർബന്ധിപ്പിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു തീവ്ര ചിന്തയുടെയും ആവശ്യമില്ല. മുസ്ലിമിന് തീവ്രവാദം ഉണ്ടാവും. ഏത് വിഷയത്തിൽ? 5 നേരം നിസ്കരിക്കും, അതിലൊരു തീവ്രത. ഒരു മുസ്ലിം 5 നേരം നിസ്കരിക്കുന്ന വിഷയത്തിൽ തീവ്ര നിലപാട് സ്വീകരിച്ചാൽ അവന്റെ അയൽവാസിയായ ഹിന്ദു രക്ഷപ്പെടുക ചെയ്യാം. കാരണം ഇവനൊരു ഭക്തനായി. സുബഹിക്ക് പള്ളിയിൽ പോകുന്ന ഒരു മുസ്ലിം സഹോദരൻ, ആ മുസ്ലിം സഹോദരനിൽ നിന്ന് അയൽവാസിയായ ഹിന്ദുവിന് ഒരു ശല്യം ഉണ്ടാവില്ല. നന്നായി ഉള്ളത് ആ വിഷയത്തിലൊരു തീവ്ര നിലപാട്, അതാ തീവ്രത. അല്ലാതെ എന്തല്ല അന്യമതസ്ഥരെ ആക്രമിക്കാനും അവരെ ഇടിച്ചു താഴ്ത്താനും ഇല്ല. അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. സഹോദര, അള്ളാഹു പറയുന്നത് നമ്മുടെ റസൂലിന്റെ ബാധ്യത വെറും എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ എന്ന് റസൂലിനെ വല്ലാതെ എതിർത്തു. റസൂലിന്റെ മേലെ മേൽക്കിട്ട് കയറാമെന്ന് പലരും, അവർക്ക് മറുപടി കൊടുക്കണം. അവസാനം അള്ളാഹു പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല.
വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ ആ അല്ലാഹുവിലേക്ക് എല്ലാം ഭരമേൽപ്പിക്കട്ടെ എന്ന ഒരു പ്രശ്നമില്ലാന്ന ആദ്യം പറഞ്ഞതിന്റെ വാക്യം. എന്ത് മുസീബത്ത് വന്നാലും സഹോദര ഭരമേൽപ്പിക്കണം അല്ലാഹുവിലേക്ക്. അതുകൊണ്ടാണ് തിരുദൂതർ പറഞ്ഞത്, ഒരാള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്തൊരു കാര്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അത് ചൊല്ലണം. ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ് ഞാനെല്ലാം അല്ലാഹുവിലേക്ക് തവക്കുലാക്കി, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സകല ശക്തിയും സകല കഴിവും അത് അല്ലാഹുവിനിക്ക് മാത്രമാണ്. റസൂൽ പറയുന്നത്, അങ്ങനെ ചൊല്ലിയിട്ട് ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ സുരക്ഷിതത്തോടു കൂടെ അവന്റെ കാര്യങ്ങൾ നിർവഹിച്ചവൻ തിരിച്ചു വീട്ടിലെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം പോയിന്റുകൾ നമ്മൾ പഠിക്കണം. ചിലപ്പോൾ ചില ഏരിയകളിലൂടെ പോകുമ്പോൾ വിപത്തിന് സാധ്യത, കള്ളന്മാരെ ശല്യമുണ്ടാകാം, കൊള്ളക്കാരെ ശല്യമുണ്ടാകാം. ട്രെയിൻ യാത്രയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ട്രെയിൻ ഒരു സ്ഥലത്ത് നോക്കൂ, പിന്നെ ഒരു പെണ്ണിന്റെ കൈ പുറത്തുനിന്ന് ഒരാൾ വെട്ടിയെടുത്ത് കൊണ്ടുപോയി. കാരണം ആഭരണമാണ് ഉദ്ദേശം. നമ്മള് അലംതറ സൂറത്ത് ഓതണം അത്തരം ഘട്ടങ്ങളിൽ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ സുരക്ഷിതത്വത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഒരു ലീലാഫി ഓതിയിട്ട് പോവാം. ഏതെങ്കിലും രൂപത്തിലുള്ള ശല്യങ്ങൾക്ക് സാധ്യതയുള്ള ഏരിയകളിലൂടെ കടന്നു പോകുമ്പോൾ അലംതറ സൂറത്ത് ഓതി പോവാം. അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത അള്ളാഹ്ക്ക് ഈ ശത്രു ഒന്നുമല്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും അള്ളാഹുവിലേക്ക് എല്ലാം തവക്കുലാക്കിയാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന്റെ ബാക്കി ഭാഗം, അവസാന ഭാഗം, വളരെ പ്രധാനപ്പെട്ട ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ആ പോയിന്റുകൾ മനസ്സിൽ വേണം. രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ പ്രത്യേകം ചെല്ലാൻ പറഞ്ഞത് ഹദ്ദാദിലൊക്കെ നമ്മൾ ചൊല്ലല്ലോ. എന്താണ്? റദീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യാ. അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ പ്രത്യേകം നമ്മൾ ചെല്ലേണ്ടതാണ്. അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ് 3 പ്രാവശ്യം രാവിലെ വൈകുന്നേരം ചെല്ലേണ്ടതാണ്. വിപത്തുകൾ ഉണ്ടാവില്ല. തേള് കുത്തി ഒരാളെ രാത്രി, ഒരു സഹാബി സുബൈക്ക് വന്നിട്ട് നബിയോട് പറഞ്ഞു. നബി ചോദിച്ചപ്പോൾ ഇന്നലെ വൈകുന്നേരം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് നീ ചൊല്ലിയിട്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കാരണം ചെല്ലിയൊരു ശല്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആ സുന്നത്തുകളൊക്കെ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ നമ്മുടെ ഒരു സഹോദരൻ ഗൾഫിലുള്ള മകന്റെ കാര്യങ്ങൾ ഒക്കെ വിജയിക്കാൻ വേണ്ടി പ്രത്യേകം ദുആക്കാൻ ഒരു 100 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ഖുർആൻ ക്ലാസ്സിലേക്ക് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല അർഹമായ കൂലി നൽകുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കുമാറാവട്ടെ. ഖൈറായ അവസ്ഥ അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ എന്ന്